വീടുകൾക്കൊക്കെ വലിയ നാശമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. നിരവധി വീടുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെ, 5 വരെ വീടുകൾ ഇതിന് മുമ്പുണ്ടായിരുന്നു, റോഡും ഉണ്ടായിരുന്നു. ഇത് ഇത്രയും വീടുകൾ കഴിഞ്ഞ 2-3 വർഷങ്ങളുടെ അകത്ത് പോയതാണ്. ഇപ്പോൾ 2 ദിവസത്തിനകത്ത് വെള്ളം കയറിയത് 10-70ഓളം വീടുകൾ, ഈ വരിയിലിരിക്കുന്ന 70ഓളം വീടുകൾ വെള്ളം കയറി. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇവിടെയുള്ള ആൾക്കാരൊന്നും അവരവരുടെ ബന്ധുക്കളുടെ വീട്ടിലാണ്. കാര്യം ക്യാമ്പിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ 1-2 വീടുകൾക്ക് ഭാഗികമായിട്ട് തകർച്ച സംഭവിച്ചു. ചില വീടുകൾക്ക് വിള്ളലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. 2 ദിവസം മുമ്പ് അടിച്ച കടലിൽ ഒരു കൊച്ചു കുട്ടിയുടെ മുകളിൽ കടലടിച്ച് അവരെ വാരിക്കൊണ്ടാണ് അവർ ഓടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനാസ്ഥ ചോദിക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ കൊല്ലങ്കോട് പ്രദേശവും പരുത്തിയൂർ പ്രദേശവും ചേർന്ന്, ഇടവകൾ രണ്ടും ചേർന്ന് സംയുക്തമായിട്ട് നമ്മൾ ഒരു സൂചന സമരം പോലെ നമ്മുടെ ജംഗ്ഷനിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു മുന്നറിയിപ്പ് പോലെ. കാര്യം ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് വേറെ ആരും ഇനി വരാൻ പോകുന്നില്ല, ഞങ്ങൾ തന്നെ ഇറങ്ങിയാലേ പറ്റുള്ളൂ. ഇവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അവർ ഒരുമിച്ച് ഇറങ്ങും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവർ ഇറങ്ങുക തന്നെ ചെയ്യും. പക്ഷേ ഇതിലെല്ലാം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തേത്, സീവാൾ നിർമ്മാണം നടത്തണം. രണ്ടാമത്തേത്, ഈ സാങ്ഷനായ ആൾക്കാർക്ക് എല്ലാവർക്കും 1.5-2 വർഷമായിട്ടും ഫണ്ട് സാങ്ഷനായിട്ടും ഫണ്ട് കൊടുക്കാതെ, പുനർഗേഹം പദ്ധതിയിൽ വീടുകൾ സാങ്ഷനായിട്ടും കൊടുക്കാതെ ഇട്ടിരിക്കുന്നവർക്ക് വീടുകൾ അനുവദിക്കണം. ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഫണ്ടുകൾ എത്രയും പെട്ടെന്ന് അനുവദിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരാവണ്ണം കൊണ്ടുപോകണം. മൂന്നാമത്തേത്, ഈ സീവാൾ കടൽ ഭിത്തി കെട്ടി ഇതിനെ സംരക്ഷിക്കപ്പെടണം. കാരണം ഞങ്ങൾക്കിനി തീരം വയ്ക്കത്തില്ല, ഉള്ള തീരമെങ്കിലും ഞങ്ങൾക്ക് സംരക്ഷിക്കണം. ആ തീരമില്ലെങ്കിൽ തീരെ ജനതയുമില്ല, മത്സ്യബന്ധനവുമില്ല, ഞങ്ങളുടെ ഉപജീവന മാർഗവുമില്ല. ഇവർക്കാണെങ്കിൽ വർഷങ്ങൾ തൊട്ട് തലമുറകളായി മത്സ്യബന്ധനം 2-3 തരത്തിലുള്ളതാണ്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് പറയുന്ന പോലെ നിങ്ങൾക്ക് ഇന്ന് മാറിക്കൂടെ അന്ന് മാറിക്കൂടെ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇതിൽ നിന്ന് മാറാനായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. പാരമ്പര്യ മത്സ്യബന്ധനം അങ്ങനെയുള്ളതല്ല. പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന തൊഴിലൊന്നും ഇവിടെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ പുറത്തൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ ഈ പാവപ്പെട്ട നമ്മൾ പഠിക്കാത്തെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി ഈ മത്സ്യതീരത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേഴ്സുമാരുള്ളത്, ഡോക്ടേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലായിക്കൊള്ളട്ടെ, ഏത് സാംസ്കാരിക തലങ്ങളിലായിക്കൊള്ളട്ടെ ഒരുപാട് പേര് തീരദേശത്തുനിന്നുണ്ട്.